ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ടവരെ, നാമൊക്കെ പലപ്പോഴും വഞ്ചിതരാകാറുണ്ട്, വഞ്ചിക്കപ്പെടാറുണ്ട്. എന്താ വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? അതായത് മറ്റുള്ളവർ നമ്മെ വഞ്ചിക്കുക, ചതിക്കുക. അതെ, ഇത് സാധാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനത്തിലുടനീളം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എഫേസോസ് 5:6, 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പരിശുദ്ധനായ ശ്ലീഹ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി പറയുകയാണ്, ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവകോപം പതിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധം നമ്മളുടെ മേൽ പതിക്കാൻ, അതെ, നമ്മൾ വഞ്ചിതരാകുമ്പോൾ കാരണമാകുന്നു. നോക്കൂ, ഇനിയും 1 കൊരിന്തോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പരിശുദ്ധനായ ശ്ലീഹ പഠിപ്പിക്കുന്നു, നിങ്ങൾ വഞ്ചിതരാകരുത്. മറ്റുള്ളവർ വേഗത്തിലും എളുപ്പത്തിലും നമ്മെ വഞ്ചിച്ചേക്കാം, നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് പറയുന്നു. അവിടെ മാത്രമല്ല, 2 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും ശ്ലീഹ പഠിപ്പിക്കുകയാണ്, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ കർത്താവായ യേശു മിശിഹായും തൻ്റെ വിശുദ്ധ ശ്ലീഹന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും സമൂഹത്തിൽ നന്മ ചെയ്യുന്നതിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നെങ്കിലും പലപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. മറ്റുള്ളവർ നമ്മെ വഞ്ചിക്കുകയാണ്. വഞ്ചനയ്ക്ക് നമ്മൾ വിധേയരാകുകയാണ്. എന്താ അതിൻ്റെ കാരണം? അത് പല തലങ്ങളിൽ നമുക്കറിയാം. ഇന്ന് വാർത്താമാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, പത്രത്തിലൂടെ, ടി വിയിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പല വിധത്തിലുള്ള വഞ്ചന. വഞ്ചിക്കുന്നവർ പിടിക്കപ്പെടുന്നതായിട്ട് അടുത്തിടെയൊക്കെ ഒത്തിരി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുണ്ടായിട്ടുണ്ട്, വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, സാമ്പത്തിക മേഖലയിലുണ്ടായിട്ടുണ്ട്, യൗവനകാലത്തും അല്ലാത്ത പ്രായത്തിലുമുള്ള പ്രണയ ബന്ധങ്ങളിൽ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഏത് തലങ്ങളിൽ നോക്കിയാലും വഞ്ചിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ എന്നോട് ഒരിക്കൽ ഒരു മനുഷ്യൻ സംസാരിച്ചു. നിങ്ങളുടെ മലയാളികൾ, കേരളൈറ്റ്സാണ്, കേരളത്തിലുള്ള മനുഷ്യരാണ് കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത്. പ്രഗത്ഭരും വിദ്യാസമ്പന്നരും ആണ് കേരള ജനത. പക്ഷേ അവിടെ ഒത്തിരി വഞ്ചനയ്ക്ക് വിധേയമാകുന്നവരുണ്ട്. സാമ്പത്തിക മേഖലയിൽ വളരെ ഉയർന്ന നിലകളിലുള്ള ആളുകളുടെ സ്വാധീനം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വഞ്ചകർ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്നു. പക്ഷേ അത് മറ്റൊരു കാലത്ത് പുറത്തു വരുന്നു, അവർ പിടിക്കപ്പെടുന്നു. നമുക്കറിയാം, മാധ്യമങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വഞ്ചിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മെ എളുപ്പത്തിൽ വഞ്ചിക്കാൻ കഴിയുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം ശ്രദ്ധിക്കണേ നിങ്ങൾ. ഒന്നാമത്തെ കാരണം നമ്മുടെ ആത്മീയ ദാരിദ്ര്യമാണ്. ആത്മീയമായ ഒരു ദാരിദ്ര്യാവസ്ഥയാണ് നമുക്കുള്ള ഈ പെട്ടെന്ന് വഞ്ചിക്കപ്പെടാനുള്ള കാരണം. ഒരു കാരണം ജഡീകത, അഹങ്കാരം. കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ശിഷ്യനായ യോഹന്നാനുണ്ടായ വെളിപാടിൽ 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ അവിടെ ശ്ലീഹ പഠിപ്പിക്കുന്നു. വചനം ഇങ്ങനെയാണ്, എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും
ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ വഴികളെ നോക്കൂ. വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായിട്ടില്ലേ? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്കിപ്പോൾ ഒന്നിനും കുറവില്ല. ഇങ്ങനെ നിങ്ങൾ പറയാറില്ലേ? എനിക്ക് ആവശ്യത്തിനുള്ളതുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, നല്ല മക്കളുണ്ട്, സ്നേഹനിധിയായ ഭാര്യയുണ്ട്, വാത്സല്യനിധികളായ മക്കളുണ്ട്, നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. അവിടെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത കണ്ട് മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. കർത്താവായ വിശുദ്ധനായ ദൈവം വിശുദ്ധനായ സ്ലീഹായിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ്, നമ്മൾ ധനവാന്മാരാണ്, കുറവുള്ളവരല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അഹങ്കാരം നമ്മെ കീഴ്പ്പെടുത്തുന്നു. നമ്മൾ അഹങ്കാരത്തിലാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാകുന്നു? നികൃഷ്ടനാകുന്നു, ദയനീയനാകുന്നു, ദരിദ്രനാകുന്നു, അന്ധനാകുന്നു, നഗ്നനാകുന്നു. അതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതിനാണ് ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഈ ആത്മീയ ദാരിദ്ര്യം വന്നു കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്വന്തം ആളുകളെ നമ്മൾ മറക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെ, ബന്ധങ്ങളെ, അവരുടെ ഉന്നതമായ ഉപദേശങ്ങളെ ഒക്കെ നമ്മൾ മറന്നുപോയി. ദൈവത്തെപ്പോലും നമ്മൾ മറന്നുപോവുകയാണ്. ദൈവം പഠിപ്പിക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. ദൈവത്തിൽ നിന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് ആവശ്യപ്പെടുമ്പോഴുമാണ് വിശുദ്ധമായ മാർഗത്തിലൂടെ നന്നായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഞാൻ കഴിവുള്ളവനാണ്, അവനവന് ഓരോരുത്തരും അവരവർക്ക് തന്നെ ഒരു സ്വയം ബോധമുണ്ടാകണം. അവരുടെ കഴിവുകളെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നത് എപ്പോഴും നല്ലത് തന്നെ. പക്ഷേ അത് അമിതമായാൽ അഹങ്കാരമായി മാറുന്നു എന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ അഹങ്കാരമായിട്ട് മാറുമ്പോൾ, ജഡീകതയുടെ സ്ഥിതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ ആത്മീയ ദാരിദ്ര്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വയം നീതീകരിക്കുന്നവരാകുന്നു നമ്മൾ. ഭൗമിക നിക്ഷേപങ്ങൾ നമുക്കുണ്ടാകുന്നു, സമൃദ്ധി ഉണ്ടാകുന്നു, ആത്മീയ നിഗളം സംഭവിക്കുന്നു. അത് എത്ര ഉന്നതരായാലും, ഇപ്പം നന്നായിട്ട് ആത്മീയ വർധനവുള്ള ഒരു മനുഷ്യൻ അതിൽ അഹങ്കരിച്ചാൽ, അതിൽ അഭിമാനം കൊണ്ടാൽ, എൻ്റെ മിടുക്കാണ്, എനിക്ക് ദൈവം തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ കൂടുതൽ അഭിമാനം കൊണ്ട് അഹങ്കരിച്ചാൽ ദൈവം അവനെ പറയുന്നു, നീ ദരിദ്രനും നികൃഷ്ടനും ദയനീയനും നഗ്നനുമാണ്. അവിടെയും ആത്മീയ ദാരിദ്ര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ ശ്ലീഹ പറഞ്ഞത്, ഞാൻ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ എന്നിലൊന്നുമില്ല, ഞാൻ ഏതുമല്ല. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒന്നാമത്തെ കാരണം ഈ ആത്മീയ ദാരിദ്ര്യമാണ്. ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വഞ്ചിക്കപ്പെടും. മറ്റുള്ളവർ നമ്മെ പെട്ടെന്ന് സ്വാധീനത്തിലാക്കി തീർക്കും. രണ്ടാമത്തെ ഒരു കാരണം എന്താണ്? ശ്രദ്ധയില്ലാത്ത കേൾവി നിമിത്തം നമ്മൾ വഞ്ചിക്കപ്പെടുന്നു. ശുദ്ധമുള്ള യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനത്തിൽ അവിടെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന
ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായി തീരുവീൻ. വചനം കേട്ടാൽ മാത്രം പോരാ, ശ്രദ്ധയില്ലാതെ കേട്ടതുകൊണ്ട് കാര്യമായില്ല. നമ്മെ ഉപദേശിക്കുന്നവർ നല്ല ബോധ്യത്തിലും അനുഭവത്തിലും ദൈവിക സാന്നിധ്യത്തിലുമായിരിക്കാം നമ്മോട് പറയുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ അത് കേട്ടത് കൊണ്ട് മാത്രമായില്ല, അത് അനുവർത്തിക്കുന്നവർ കൂടിയായിത്തീരണം. ശ്രദ്ധയില്ലാത്ത കേൾവി നമുക്ക് വഞ്ചനയിലേക്ക് നമ്മെ നയിക്കും. ശ്രദ്ധയോടെ കേട്ട് അനുവർത്തിക്കുന്നവരാകണം. മുതിർന്നവരുടെ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ആത്മീയ നേതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും ശ്രദ്ധയോടെ കേട്ട് അനുവർത്തിക്കുന്നവരാകുമ്പോഴാണ് നമുക്ക് വീണുപോകാതിരിക്കാൻ ഇടയാക്കുന്നത്. മൂന്നാമത്തെ കാരണം ഇങ്ങനെയാണ്: കടിഞ്ഞാണില്ലാത്ത നാവ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അവൻ തൻ്റെ ഹൃദയത്തെ വഞ്ചിക്കുന്നു, അപ്പോൾ മറ്റുള്ളവർ അവനെ വേഗത്തിൽ വഞ്ചിക്കുന്നു. നാവ് കൊണ്ട് ചില ആളുകളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വായിൽ വന്നതെല്ലാം വിളിച്ചു പറയും. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ആളുകൾ. ശാസ്ത്രം പഠിപ്പിക്കുന്നു, ചെറുപ്പകാലത്തെ ചില വൈകല്യങ്ങൾ, വ്യക്തിത്വത്തിൻ്റെ വൈകല്യങ്ങൾ പിടികൂടിയിട്ടുള്ളവർ ഇങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ കയറി സംസാരിക്കും. സംസാരപ്രിയന്മാരായിട്ടുള്ള ആളുകൾ, നിങ്ങളവരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. നാവിന് നിയന്ത്രണമില്ലാതെ പറയുന്നവർ, അവരുടെ വ്യക്തിത്വത്തിൽ വൈകല്യമുണ്ടാകും. അവരുടെ പൂർവ്വകാല ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചെറുപ്പകാലത്ത് പൂർത്തീകരിക്കപ്പെടാത്ത, ഫലമണിയാത്ത ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ ശിഥിലമായി അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ കിടക്കുന്നുണ്ടാകാം. നിരാശകളുണ്ടാകാം. അപൂർണമായ വ്യക്തിത്വമായിരിക്കാം അവരുടേത്. മറ്റുള്ളവരുടെ സ്നേഹവും മറ്റുള്ളവരുടെ താല്പര്യങ്ങളും പിടിച്ചു പറ്റാൻ, അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ അവരിങ്ങനെ കൂടുതൽ സംസാരിക്കും. അങ്ങനെ ആ സംസാരത്തിലൂടെ അവനവനെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അത് കാഴ്ചപ്പാടുള്ളവർക്ക്, കാര്യങ്ങൾ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഈ സംസാരം വ്യക്തിത്വത്തിൻ്റെ വൈകല്യമാണ്. കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് യുക്തമായിട്ടും നന്നായിട്ടൊക്കെ തോന്നും. പക്ഷേ എന്തിനും ഏതിനും കയറി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തിരിച്ചറിയണം, ആ വ്യക്തിത്വം വൈകല്യമുള്ളതാണ്. അതുകൊണ്ടാണ് ശ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നത്, താൻ ദൈവഭക്തനാണെന്നൊരുത്തൻ വിചാരിക്കുകയും നാവിനെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്താൽ, നാവിനെ നിയന്ത്രിക്കുമ്പോൾ, നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നെങ്കിൽ അവനിൽ ദൈവശക്തി ഉളവാകും. അപ്പോഴാണ് അവൻ ദൈവഭക്തനായി വരുന്നത്. നോക്കൂ, കർത്താവായ യേശു മിശിഹായെ നമുക്ക് കാണാം. താൻ പൂർണ്ണ ദൈവമായിരുന്നിട്ടും മനുഷ്യരും നിസ്സാരനുമായ ആളുകൾ തന്നെ ബന്ധിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ശരീരത്തെ മുറിവേൽപ്പിക്കുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. നിന്ദിച്ചു, അപഹസിച്ചു. അപ്പോഴൊന്നും എതിരായിട്ടൊന്നും ഉരിയാടാതെ മൗനമായി നിന്നതെല്ലാം സഹിച്ചു. എന്തിനു വേണ്ടി? എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്കും നിത്യജീവനെ, സ്വർഗരാജ്യത്തെ അവകാശമാക്കി തരുന്നതിന് വേണ്ടി. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെയും തെറ്റുകളെയും തിന്മകളെയും ഒക്കെ കർത്താവായ യേശു മിശിഹ വഹിച്ചു. താൻ നിശബ്ദനായിരുന്നു. കൊലയ്ക്ക് കുട്ടിക്കൊണ്ടു പോകപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ താൻ മൗനമായി നിന്നു. രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ ചെമ്മരിയാട് പോലെ താൻ മൗനമായി നിന്നു. വചനം പഠിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേരാത്തൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവിടെ ദൈവഭക്തിയോ ദൈവാശ്രയമോ ഇല്ല. മനുഷ്യനാണ്, കേൾക്കുമ്പോൾ ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം. പക്ഷേ
അത് തിന്മയ്ക്കായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധയില്ലാത്ത, നിയന്ത്രണമില്ലാത്ത നാവ് കൊണ്ട് നമ്മൾ വഞ്ചിതരാകുന്നു. 2 പത്രോസ് 1:5-11 വരെയുള്ള വാക്യം, ആ വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവീൻ. നമുക്ക് പൂർണ്ണമായ നല്ല മനുഷ്യർക്ക് ഇഷ്ടമുള്ള വ്യക്തിത്വമായി തീരാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വ്യക്തിത്വമുള്ളവരായി തീരാൻ എങ്ങനെ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം, ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ട്, സുഹൃതത്തെ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, അതായത് വിശ്വാസം സുഹൃത ജീവിതത്തിലേക്ക് നയിക്കുന്നു, സുഹൃത ജീവിതം അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക്, ദൈവീക അനുഭവത്തിലേക്ക് നയിക്കുന്നു, ആ ജ്ഞാനം ആത്മസംയമനത്തിലേക്ക് നയിക്കുന്നു, ആത്മസംയമനം ക്ഷമയിലേക്ക് നയിക്കുന്നു, ക്ഷമ ഭക്തിയിലേക്ക് നയിക്കുന്നു, ഭക്തി സഹോദര സ്നേഹത്തിലേക്ക് നയിക്കുന്നു, സഹോദര സ്നേഹം ഉപവിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ സമ്പൂർണരാകുന്നു, ഉചിതമായ, അനുഗ്രഹകരമായ, ആകർഷണീയമായ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാകുന്നു. നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുമ്പോൾ ആകർഷണീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിത്തീരുന്നു. അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടാൻ ഈ വക കാര്യങ്ങളുടെ കുറവാണ് നമുക്കൊരു പ്രധാന കാര്യമായിട്ടുള്ളത്. 1 നമ്മൾ കണ്ടു കഴിഞ്ഞു, ആത്മീയ ദാരിദ്ര്യം, അഹങ്കാരവും ജഡീകതയും. 2 നമ്മൾ കണ്ടു, ശ്രദ്ധയില്ലാത്ത കേൾവി. കേൾക്കും, അതങ്ങോട്ട് മറന്നുപോകും. എന്നാൽ ആ ഉപദേശങ്ങളെ, വചനത്തെ അത് തന്നെ പൂർണ്ണമായിട്ട് അനുസരിക്കാനും അനുകരിക്കാനും സാധിക്കുമ്പോൾ വിജയത്തിലേക്ക് എത്തുന്നു. 3 നാവിന് കടിഞ്ഞാണില്ലാത്ത അവസ്ഥ. ഇനി 4-ാമത്തെ കാര്യം സ്വയാഭിമാനമാണ്. ഗലാത്യ 6:3 ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ താൻ തന്നെ വഞ്ചിക്കുന്നു. ഒരു കഴിവുമില്ലാതിരിക്കുന്ന ഒരുത്തൻ താൻ എന്തോ ആണ് എന്നുള്ള വിചാരത്തിൽ ആയിരിക്കുന്നെങ്കിൽ തന്നെ വഞ്ചിക്കുന്നു. വിശുദ്ധനായ ശ്ലീഹ പഠിപ്പിക്കുകയാണ്. അവിടെ മാത്രമല്ല ശ്ലീഹ പറയുന്നത്, 1 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിലും ഇത് തന്നെ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 4:7, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. നമുക്ക് സ്വയ അഭിമാനം ഉണ്ടാകേണ്ടതാണ്, അതൊരു പരിധി വരെ. അതിനപ്പുറമായിട്ട് ചില ദുരഭിമാനങ്ങൾ നമ്മെ നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അമിതമാകുമ്പോൾ ഈ വക കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒരുവൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ വഞ്ചിതനാകുന്നു. അവനെ മറ്റുള്ളവർ വേഗത്തിൽ വഞ്ചിക്കുന്നു. അതായത് നമുക്കറിയാം, നമ്മുടെ മനഃശാസ്ത്രത്തിൽ 2 തരം വ്യക്തിത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണ പുച്ഛങ്ങളുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, മറ്റൊന്ന് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം കേട്ടാൽ നമുക്ക് തന്നെ സ്വയം അത് ശരിയോ തെറ്റോ, എത്രമാത്രം നല്ലതാണ്, എങ്ങനെയാണ്, എന്താണ്, എപ്പോഴാണ്, എവിടെയാണ് ചെയ്യേണ്ടത്, അനുവർത്തിക്കേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി, ഒരു കഴിവ്, അതിനാണ് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് തന്നെ കഴിയണം.
അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മെ വഞ്ചിക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ വഞ്ചനാപരമായ സംസാരങ്ങളിലോ ഇടപെടലുകളിലോ ആകർഷണമായ വലിയ വാഗ്ദാനങ്ങളിലോ ഒക്കെ നമ്മൾ വീണുപോകാതിരിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. സ്വയം നമുക്ക് അഭിമാനം ഉണ്ടാകുമ്പോൾ ആ സ്വയാഭിമാനം എത്രമാത്രം ഉചിതമാണ്, എത്രമാത്രം ശക്തമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. മറ്റൊന്ന് ചിലർക്കുള്ളത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളാണ്. അവരുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണ പുച്ഛമെന്ന് പറയുന്നത്, അവരെ നിയന്ത്രിക്കുന്ന ഘടകമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാധീനങ്ങളും മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളും മറ്റുള്ളവരുടെ ജീവിത ശൈലികളുമാണ്. അങ്ങനെയുള്ളവർ പെട്ടെന്ന് വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വഞ്ചിതരാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടണം. അതായത് ജഡീകതയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് മോചനം നേടണം. രണ്ട്, ശ്രദ്ധയില്ലാതെയുള്ള കേൾവിയിൽ നിന്ന് മാറി കേൾക്കുന്നത് ഉചിതമോ നല്ലതോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മൂന്ന്, നമുക്ക് നമ്മുടെ നാവിനെ നമ്മൾ കടിഞ്ഞാണിടണം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നു: നിങ്ങളിൽ വിശ്വാസമുണ്ടാകണം. വിശ്വാസം സുഹൃതത്തിലേക്ക് നയിക്കുന്നു, സുഹൃതം ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു, ജ്ഞാനം ആത്മസംയമനത്തിലേക്ക് നയിക്കുന്നു, ആത്മസംയമനം ക്ഷമയിലേക്ക് നയിക്കുന്നു, ക്ഷമ ഭക്തിയിലേക്ക് നയിക്കുന്നു, ഭക്തി സഹോദര സ്നേഹത്തിലേക്ക് നയിക്കുന്നു, സഹോദര സ്നേഹം ഉപവിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ നിങ്ങൾ സമ്പൂർണരാകുന്നു. അങ്ങനെ സമ്പൂർണരായിരിക്കുന്ന ഒരുത്തിന് മറ്റുള്ളവർ പെട്ടെന്ന് വഞ്ചിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരുത്തിനെ പെട്ടെന്ന് വീഴ്ത്താൻ മറ്റുള്ളവർക്ക് സാധ്യമല്ല. സ്നേഹത്തിൽ, ദൈവത്തിലായിരിക്കുമ്പോൾ നമുക്കിതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയും. അതാണ് ഇവിടെ പഠിപ്പിക്കുന്ന വലിയ വാക്യം. കർത്താവായ യേശു മിശിഹ ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ആ കർത്താവായ യേശു മിശിഹായുടെ തിരുവായ അരുളി ചെയ്തത് നമുക്ക് ആഗ്രഹത്തോടെ, വലിയ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തനായ ദൈവമേ, അങ്ങ് കൽപ്പിച്ചല്ലോ, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും. ദൈവമേ, മറ്റുള്ളവരുടെ തിന്മയുടെ ഉപദ്രവങ്ങളിലേക്ക്, വളരെ ആകർഷകമായ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങൾ പെട്ടുപോകാതിരിക്കാൻ, സമ്പൂർണരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജഡീകതയും അഹങ്കാരവും ശ്രദ്ധയില്ലാത്ത കേൾവിയും നിയന്ത്രണമില്ലാത്ത സംസാരവും എല്ലാം ഞങ്ങൾ നീക്കിക്കളഞ്ഞ് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയെ പ്രസവിച്ച മാതാവും വിശുദ്ധരും ഞങ്ങൾക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഏർപ്പെടുന്ന തലങ്ങളിലെല്ലാം അങ്ങയുടെ മാലാഖമാർ ഞങ്ങൾക്ക് കാവലാക്കി നിർത്തണമേ. അങ്ങേക്ക് പ്രിയമുള്ളത് മാത്രം, അങ്ങേക്ക് തിരിവുള്ളത് മാത്രം സംസാരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആരോട് ഇടപെടുന്നുവോ അവിടെയെല്ലാം അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവും അനുഭവം ഉണ്ടാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരമരുളി സഹായിക്കുമാറാകണമേ. ആമേൻ. Somebody